നമസ്കാരം പറയുന്നില്ല. ജയ് ഭീം. ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം തകരുന്ന ഇന്ത്യൻ ഫെഡറലിസം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് എനിക്കിവിടെ സംസാരിക്കാൻ നാസ്തിക് നേഷൻ വേദി നൽകിയത്. ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം കുറച്ച് സ്റ്റേറ്റുകൾ സംസാരിക്കുകയും എന്നാൽ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒട്ടുമേ സംസാരിക്കുകയും ചെയ്യുന്ന പൗരബോധമുള്ള ഇന്ത്യൻ പൗരന്മാർ സംസാരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ നേരത്തെ നമ്മുടെ മൈത്രേയൻ സംസാരിച്ച സ്ഥലത്ത് നിന്ന് തുടങ്ങാം. പുള്ളി പറഞ്ഞപ്പോഴത്തേനൊരു കാര്യം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മളെല്ലാവരും ഗോത്ര ജീവിതത്തിൽ നിന്ന് മാറി ഒരു സാമൂഹിക ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോൾ നമ്മൾ ചില ഗ്രൂപ്പുകളായിട്ട് താമസിക്കാൻ തുടങ്ങി. ആ ഗ്രൂപ്പുകളാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭരണ കേന്ദ്ര പ്രദേശങ്ങളായിട്ടും സ്വയംഭരണ പ്രദേശങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് ആ ഗ്രൂപ്പുകളാണ്. ഒരു ചെറിയ ഇടത്ത് താമസിക്കുന്ന ആ ആൾക്കാർക്ക് അവരെ ആക്രമിക്കാൻ അവരെയും കാട്ടി സൈനിക ശേഷിയുള്ള തൊട്ടടുത്തുള്ള ആൾക്കാർ ശ്രമിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് രക്ഷ വേണം. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഈ സൈനിക ശേഷിയുള്ള ആൾക്കാരുടെ കൂടെ അവരൊരു ട്രീറ്റി വയ്ക്കും, ഒരു അഗ്രിമെൻറ്റ് വയ്ക്കും. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തെ വളരെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത്തരത്തിൽ 50ഓളം ചെറു രാജ്യങ്ങളെന്ന് പറയാവുന്ന അല്ലെങ്കിൽ ചെറു നാട്ടുരാജ്യങ്ങളെന്ന് പറയാവുന്ന സ്ഥലങ്ങൾ അഗ്രിമെൻറ്റിലൂടെ ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായി മാറി എന്നുള്ളതാണ്, ഒരു ഫെഡറേഷനായി മാറി എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. നമ്മളത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ഫെഡറൽ സിസ്റ്റമാണോ? നമ്മൾ ഏതാണ്ട് അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ കാനഡയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. പക്ഷേ അത്തരത്തിൽ അമേരിക്ക ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കാനഡ ഫോളോ ചെയ്യുന്ന ഒരു ഫെഡറൽ സിസ്റ്റം അല്ല നമ്മുടേതൊരു കോസി ഫെഡറൽ സിസ്റ്റമാണ്. ഫെഡറൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ ഒന്ന് യൂണിറ്ററി ആയിട്ടുള്ള സിസ്റ്റം, അതായത് എല്ലാ പവറും ആരാണോ ഭരണം നടത്തുന്നത് ആ ഭരണത്തിൻ്റെ ആ ഭരണം ഉൾക്കൊള്ളുന്ന എല്ലാ പ്രദേശത്തെ മുഴുവൻ പവറും ഒരൊറ്റ അധികാര കേന്ദ്രത്തിലോട്ട് കേന്ദ്രീകരിക്കുന്ന സംവിധാനത്തിനാണ് യൂണിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഫെഡറൽ സിസ്റ്റത്തിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ കോസി ഫെഡറൽ സിസ്റ്റത്തിലാവുന്ന സമയത്ത് അങ്ങനെയല്ല. ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാകും, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അതിൻ്റെ മറ്റു മേഖലകളിലെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള ലോക്കലായിട്ടുള്ള ഗവൺമെൻറ്റ്സാണ്. നമുക്കിപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് പോലെ സ്റ്റേറ്റുകൾ കാണും. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1947 ബ്രിട്ടീഷ് ഇന്ത്യ ആയി മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം സ്റ്റേറ്റായിട്ട് മാറുകയാണ് ചെയ്തത്. ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് രൂപീകൃതമാവുകയാണ് ചെയ്തത്. ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് രൂപീകൃതമായതിനു ശേഷം നമ്മൾ ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ട് മറ്റ് പ്രദേശങ്ങളെ, അത് ലിംഗ്വിസ്റ്റിക് അടിസ്ഥാനത്തിലാണ് കൂടുതലും, മറ്റ് പ്രദേശങ്ങളെ അതുമായിട്ട് ചേർത്ത് ഈ സ്റ്റേറ്റുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന തരത്തിലാണ് നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ട് അല്ലെങ്കിൽ വിഭാവന ചെയ്തിട്ടുള്ളത്. നമ്മൾ ആർട്ടിക്കിൾ 1 തന്നെ അങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യ ദറ്റ് ഈസ് എ ഭാരത്, ഇറ്റ്സ് എൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്, സ്റ്റേറ്റ്സിൻ്റെ യൂണിയൻ എന്നാണ്. പക്ഷേ ഒരിക്കലും അതൊരു ഫെഡറൽ സിസ്റ്റം ആണെന്ന് എന്നാൽ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇന്ത്യയുടെ ഫങ്ഷനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫെഡറലാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ആർട്ടിക്കിൾ 7 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളെ ഭരണനിർവഹണം ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, യൂണിയൻ ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ തരംതിരിച്ച് ഇന്നിപ്പോൾ കാണുന്ന 10-30ഓളം സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകൾക്ക് അവർക്ക് സ്വയം ഭരണാവകാശമുള്ള അല്ലെങ്കിൽ അവർക്ക് നിയമനിർമ്മാണം നടത്താൻ, ഇപ്പോൾ KSRTC ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സാധനമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ മത്സ്യ വിപണനം ഒക്കെ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സാധനങ്ങളാണ്. അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താൻ അവകാശമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഡിഫൈൻ ചെയ്ത ലിസ്റ്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റ് വരും.
അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും എന്തോ സ്റ്റേറ്റുകൾക്ക് ഓട്ടോണോമസ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പോലും അവർക്ക് പല കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ അവകാശമുണ്ട്. പക്ഷേ നമ്മളെല്ലാം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ജിയോഗ്രഫിക്കൽ ഏരിയയുടെ അണ്ടറിനകത്താണ്. നമുക്ക് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പാസ്പോർട്ടേ കിട്ടത്തുള്ളൂ. നേരത്തെ മൈത്രേനോട് സൂചിപ്പിച്ചു, നമുക്ക് യൂണിയൻ ഓഫ് കേരളയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പാസ്പോർട്ടൊന്നും കിട്ടത്തില്ല. അപ്പം അത്തരത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അത് വിദേശ രാജ്യങ്ങളുടെ നയമായിക്കോട്ടെ പ്രതിരോധമായിക്കോട്ടെ, അത്തരം മേഖലകളിൽ നിയമനിർമ്മാണം നടത്താനാണ് യൂണിയൻ ലിസ്റ്റ്. അതുപോലെ തന്നെ ഈ രണ്ട് ലിസ്റ്റിലും ഉള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് യൂണിയൻ ഗവൺമെൻറ്റിനും നിയമനിർമ്മാണം നടത്താം, അതുപോലെ ചില കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമനിർമ്മാണം നടത്താം. ഈ രണ്ടും ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറലിസമാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഫെഡറൽ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത് എന്ന് ആർട്ടിക്കിൾ 7 ഈ 3 ലിസ്റ്റുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് നമ്മളോട് ഭരണഘടന പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങളോടത്ത് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെഡറലിസം എങ്ങനെയാണ് തകർച്ചയിലോട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ 2026 നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ സംവദിക്കാൻ പോകുന്നത്. 2-3 കാര്യങ്ങളാണ് ഇതുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന് പ്രധാനമായിട്ടുള്ളത് 2025 നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, നമ്മുടെ RN രവി തമിഴ്നാട് ഗവർണറാണ്. RN രവി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് തമിഴ്നാട് സർക്കാർ ഫോളോ ചെയ്യുന്നു. അതായത് 2020 മുതൽ ഏതാണ്ട് 10ഓളം ബില്ലുകൾ തമിഴ്നാട് സർക്കാർ പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന ബില്ലുകളൊന്നും തന്നെ ഗവർണറായിട്ടുള്ള TN രവി അംഗീകരിക്കുന്നില്ല, ഒപ്പിട്ട് കൊടുക്കുന്നില്ല. ഇത് ഭയങ്കര വലിയ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുകയും തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ അടുത്ത് പോവുകയും ചെയ്തു. സുപ്രീം കോടതിയിലെ 2 അംഗ ബെഞ്ച് ആദ്യഘട്ടത്തിൽ 2025 ജൂലൈ മാസത്തെ ആദ്യഘട്ടത്തിൽ അവർ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകൾ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരും അവിടെ മിനിസ്റ്റേഴ്സും ഒരു നിയമനിർമ്മാണം നടത്തുകയും അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. അത്തരത്തിൽ നിയമനിർമ്മാണം നടത്തുകയും ആ നിയമനിർമ്മാണം ഒരു കാരണവുമില്ലാതെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഗവർണർക്ക് അവകാശം ഇല്ല എന്നുള്ള ഒരു വിധി അദ്ദേഹം പുറപ്പെടുവിപ്പിക്കുന്നു. 2 അംഗ ബെഞ്ച്, സുപ്രീം കോടതി 2 അംഗ ബെഞ്ച് പുറപ്പെടുവിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് 2-3 നിർദ്ദേശങ്ങൾ അതിനകത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒന്നുകിൽ നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ ഗവർണർ ബോധിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത് രാഷ്ട്രപതിക്ക് അയക്കണം. ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണമെങ്കിൽ പോലും ദർ ഷുഡ് ബി എ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കണം. അതുമാത്രമല്ല, അങ്ങനെ അയക്കുകയാണെങ്കിൽ 1 മാസത്തിനകത്ത് രാഷ്ട്രപതിക്ക് അതിന്മേൽ തീരുമാനമെടുത്തിരിക്കണം. അതുപോലെ തന്നെ 3 മാസത്തിനകത്ത് ഈ ബില്ല് തിരിച്ചയച്ച് വീണ്ടും സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സ് തീരുമാനിച്ച് വീണ്ടും ആ ബില്ല് ഗവർണറുടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 3 months ഈ ഗവർണർക്ക് അതിന്മേൽ നിലപാടെടുക്കണം. അപ്പോൾ ഇത് ആർട്ടിക്കിൾ 200-നകത്ത് അല്ലെങ്കിൽ 2201-നകത്തുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ളൊരു പ്രശ്നം ആണെന്നും അത് നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് ഈ ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട്, ഈ ടെക്നിക്കാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് BJP ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, സംസ്ഥാന സർക്കാരുകൾ എവിടെയൊക്കെ BJP ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഉടായ്പ പരിപാടിയായിട്ട് ഇറങ്ങിയ ഒരു വിഷയമാണ്. അപ്പോൾ അത്തരത്തിലൊരു 2 അംഗ ബെഞ്ചിൻ്റെ ഒരു ഇടക്കാല വിധി ഉണ്ടാകും. ഈ ഇടക്കാല വിധിയിന്മേൽ പക്ഷേ BJP സർക്കാർ അടങ്ങിയിരുന്നില്ല. അവർ പ്രസിഡൻഷ്യൽ റെഫറൻസ്, അതായത് പ്രസിഡൻസിന് സുപ്രീം കോടതിയെ സമീപിക്കാം. ചില ഭരണഘടനാപരമായ കാര്യങ്ങളിൽ പ്രസിഡൻസിന് നേരിട്ട് രാജ്ഭവന് സുപ്രീം കോടതി സമീപിക്കുകയും അതിന്മേൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മളിപ്പോൾ റിട്ട് കൊടുക്കുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ വിഷയം വന്ന സമയത്ത് പ്രസിഡൻഷ്യൽ റെഫറൻസ് 15ാമത് പ്രസിഡൻഷ്യൽ റെഫറൻസ് സുപ്രീം കോടതിയിൽ വന്നു. ഈ 15ാമത് പ്രസിഡൻഷ്യൽ റെഫറൻസിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് 5 അംഗ ബെഞ്ച് BR ഗവായുടെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ആ 5 അംഗ ബെഞ്ച് നമ്മൾ ഈ നേരത്തെ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളെയും ഏതാണ്ട് 90% വിഷയങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ട് വീണ്ടും
ഗവർണറുടെ ഡിസ്ക്രിയേഷൻ പവറാണ് ഈ പിന്നെ നിയമനിർമ്മാണം നടത്തുന്നതിൽ. നിയമം അവരുടെ അടുത്ത് വന്നാലും ഗവർണറുടെ ഡിസ്ക്രിയേഷൻ പവർ ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒരു സമയപരിധി നിശ്ചയിക്കാൻ ജുഡീഷ്യറിക്ക് സാധ്യമല്ല എന്ന് പറയുന്ന വേർഡിക്റ്റും ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നിയമനിർമ്മാണം നടത്താൻ വേണ്ടി നമ്മൾ ലെജിസ്ലേഷനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നു. ആ വിശ്വാസത്തിലെടുക്കുന്ന ലെജിസ്ലേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ലെജിസ്ലേഷൻ പോലെ തന്നെ സെൻട്രലിലും ഉണ്ടാകുന്നു. പക്ഷേ സ്റ്റേറ്റിൽ നമ്മളുണ്ടാക്കിയ ലെജിസ്ലേഷൻ്റെ അവർ ഒരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമത്തെ നമ്മുടെ സ്റ്റേറ്റിൽ ഭരിക്കുന്നത് വേറൊരു പാർട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന വേറൊരു പാർട്ടി ആയതുകൊണ്ട്, നമ്മൾ ഭരണഘടനാപരമായി തിരഞ്ഞെടുത്ത ഒരു സംവിധാനത്തെ റദ്ദാക്കുന്ന തരത്തിൽ നമ്മൾ നിയമസഭയിൽ പാസ് ചെയ്ത ബില്ല് ഗവർണർ ഇടപെട്ട് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, നമുക്ക് കേരളയിലും സംഭവിച്ചു. സദാശിവൻ സാർ നമ്മുടെ പഴയ ഗവർണറും പിണറായി വിജയനും തമ്മിലുള്ള ഫൈറ്റുകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെയാണ് ഇത് ബാധിക്കുന്നത്. സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പിനെ വളരെ കൃത്യമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ 2025 ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. അതായത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസ്ഥാന സർക്കാരുകൾ, BJP ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരുടെ മാത്രം വിലയുള്ള സംവിധാനങ്ങളായി മാറുന്ന തരത്തിലാണ് അവരുടെ നിലപാടും അവർ പ്രവർത്തിക്കുന്നത്. ഇത് ഒരിക്കൽ പറഞ്ഞു. ഇപ്പോൾ പട്ടാമ്പിയിൽ ഇപ്പോൾ മത്സരിക്കുന്ന മേജർ രവി എന്ന് പറയുന്ന ഒരു നമ്മുടെ സിനിമാ സംവിധായകനുണ്ട്. അപ്പോൾ അദ്ദേഹം മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ പക്ഷേ തമാശയായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ BJP സംസ്ഥാന നിയമസഭയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്, MLA കാൻഡിഡേറ്റായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഞാൻ MLA ആയിട്ട് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കേന്ദ്രത്തിലെ BJP സർക്കാർ പറയുന്നത് പോലെ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്യത്തില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞത്. ഇത് നമ്മൾ ഇയാളെന്താ ഈ പൊട്ടത്തരം പറയുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ശരിക്കും പറഞ്ഞാൽ BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിലവിൽ അല്ലെങ്കിൽ അടുത്തൊരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പോളിസി ഇത്തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോൾ നമ്മൾ ഭരണഘടനാ വിഷയങ്ങളിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഇടങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തുന്നു. സുപ്രീം കോടതിയിൽ അത്തരത്തിലുള്ള യുദ്ധം ഉണ്ടാകുന്നു. ആ നിയമയുദ്ധത്തിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് തരത്തിൽ വിധി പ്രസ്താവിക്കുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം ഹാങ് ചെയ്യുന്ന തരത്തിലുള്ള സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇനി ഇത് തന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ്യൽ ഫെഡറലിസം, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാം നമ്മുടെ GST വന്നതിന് ശേഷം, അതിന് മുന്നായാലും ശരി, നമ്മൾ ഇവിടെ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആ ടാക്സ് ഓട്ടോമാറ്റിക്കലി സെൻട്രലിലോട്ട് പോകുന്നു. സെൻട്രലിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് തിരിച്ച് GST ബോർഡ് വഴി തിരിച്ച് അല്ലെങ്കിൽ അവരുടെ വിവിധ വകുപ്പുകൾ വഴി തിരിച്ചും കേരളത്തിലോട്ടോ അല്ല മറ്റ് സംസ്ഥാനങ്ങളിലോട്ടോ വീതിച്ച് നൽകുന്നത്. ഇതാണ് ഇന്ത്യയുടെ നിലവിലെ ഫിഷ്യൽ പ്ലാൻ. അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് റവന്യൂ അതിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട രീതി ഇപ്പോൾ ഇതാണ്. ഇതേ പ്രോബ്ലം നമ്മൾ അവിടെയും ഫേസ് ചെയ്യുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഷെയർ കിട്ടുന്ന ഒരു സാഹചര്യവും BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് എന്തെല്ലാം ടെക്നിക്കാലിറ്റി പറഞ്ഞ് എങ്ങനെയൊക്കെ ആ ബില്ലുകൾ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഫണ്ടുകളായിക്കൊള്ളട്ടെ, എയ്ഡുകളായിക്കൊള്ളട്ടെ, അതെല്ലാം തന്നെ തടഞ്ഞു നിർത്തുന്നൊരു സാഹചര്യം നമ്മുടെ കേരളത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന് ഏറ്റവും റീസെൻ്റായിട്ട് നമുക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ് PM ശ്രീ പദ്ധതിയിൽ. PM ശ്രീ പദ്ധതിയിൽ PM ശ്രീ പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിയാൽ മാത്രമേ കുട്ടികൾക്ക് മിഡ് ഡേ മീൽ ഉൾപ്പെടെയുള്ള പ്രോഗ്രാംസിന് ഫണ്ട് റിലീസ് ചെയ്യൂ എന്ന് കേന്ദ്ര സർക്കാരുകൾ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അഡ്മിനിസ്ട്രേഷൻ തരത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് മേലെ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് ഗവർണർമാരെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഗവർണർമാരെ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങളെ ഗവർണർമാരെ വെച്ച് തടയുകയും അതിന് BJPയുടെ ഒരു ഹോൾഡ് ഉണ്ടാവുകയും ചെയ്യുക. രണ്ടാമത്തത്, നമ്മുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഫിഷ്യലുമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും
സെൻട്രൽ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തുകൊണ്ട് ഒന്നുകിൽ ഫണ്ട് തടയപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അതിൻ്റെ അഡീഷണലായിട്ട് പറയുന്നത് ഈ 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്തറിഞ്ഞത്. 15ാം ധനകാര്യ കമ്മീഷൻ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ പ്രധാനപ്പെട്ട തമിഴ്നാടായാലും കർണാടകയായാലും ആന്ധ്രാപ്രദേശൊക്കെ ആണ് കൂടുതൽ ഫണ്ട് അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് റവന്യൂ ഇന്ത്യക്ക് GDPയുടെ ബേസിൽ ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിട്ടേൺ ടാക്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം പൈസ കൊടുക്കണം. ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 41% കളക്ട് ചെയ്യപ്പെട്ട ടാക്സിൽ 41% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി 15ാം ധനകാര്യ കമ്മീഷൻ്റെ. അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും മറ്റേത് ടോട്ടലാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്നതിൽ അവർ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ബേസ്ഡ് ആണ്. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ഡിസ്പാരിറ്റിയാണ്. ആ സംസ്ഥാനത്തിൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം എത്രയുണ്ട്, അത് എത്ര കൂടുതലാണ്, എത്ര കുറവാണ്, അതിന് 45% വെയിറ്റേജും പോപ്പുലേഷന് 15% വെയിറ്റേജാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കാൽക്കുലേഷൻ എടുത്തിട്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് എത്രത്തോളം തുക അവർ കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് തിരിച്ച് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കുന്നുവെന്ന് തീരുമാനമെടുക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി സംസ്ഥാന സർക്കാരുകൾ സൗത്ത് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളും പോപ്പുലേഷൻ കൺട്രോൾ 1971 മുതൽ വളരെ കൃത്യമായിട്ട് പാലിച്ചൊന്ന് ആയതുകൊണ്ട് അവിടെ പോപ്പുലേഷൻ ഇൻഡെക്സിൽ 15% എന്ന് പറയുന്ന സാധനം ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് വന്നു. അതോടൊപ്പം തന്നെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള വലിയ സ്റ്റേറ്റുകൾ, ബംഗാൾ ഉൾപ്പെടെയുള്ള വലിയ സ്റ്റേറ്റുകൾക്ക്, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നതും കുറവായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് കൂടുതൽ പൈസ നമ്മുടെ ഇന്ത്യയിൽ ടാക്സ് കിട്ടുന്നതിൽ കൂടുതൽ പൈസ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ലഭിക്കുകയും എന്നാൽ കൂടുതൽ ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ട് മാറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ ഡോക്ടർ അരവിന്ദ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് 16ാം ധനകാര്യ കമ്മീഷൻ്റെ. അപ്പോൾ ഈ 16ാം ധനകാര്യ കമ്മീഷനിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പോപ്പുലേഷൻ ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ ഉൾപ്പെടെ അതിൽ വളരെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയ സംസ്ഥാന സർക്കാരുകൾക്ക് 15% വെയിറ്റേജ് ഉണ്ടായിരിക്കണമെന്നും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിശീർഷ വരുമാനത്തിൻ്റെ ഘടകം 45% നിന്ന് 30% ആക്കണമെന്നും വെയിറ്റേജ് 35% ആക്കണമെന്നുള്ള നിർദ്ദേശം 16ാം ധനകാര്യ കമ്മീഷൻ്റെ അടുത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കില്ലെന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു തകർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നും സംസ്ഥാന സർക്കാരുകളെ BJP എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി സംസ്ഥാന സർക്കാരുകളെ ഇത്തരത്തിൽ അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് മേൽ സ്വാധീനം ചെലുത്തുന്നു അല്ലെങ്കിൽ അവർ വെറും ഒരു തരത്തിൽ അങ്ങോട്ട് തെണ്ടുന്ന തരത്തിൽ അങ്ങോട്ട് യാചിക്കുന്ന തരത്തിൽ ഫണ്ടുകളൊക്കെ അവരോട് യാചിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ 2-3 എക്സാമ്പിൾസ് കൂടെ ഉള്ളത് 2017 ഇതിപ്പോൾ ഇന്നൊന്നും തുടങ്ങിയൊന്നുമല്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് സാമ്പത്തിക ഘടനയിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിൽ നേരിട്ടുള്ള ഇടപെടലാണ്. ഇനി ഇതിലൊന്നും ഇല്ലാതെ ഈ നേരിട്ടുള്ള ഇടപെടലല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ഇവർ ഇടപെടുന്ന 1-2 എക്സാമ്പിൾസോടെ ഞാൻ പറയാം. അതായത് 2017 ഈ അക്വേറിയം റിലേറ്റഡ് നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഇതുണ്ടല്ലോ, മീനുകളുണ്ടല്ലോ, ആ മീനുകൾ നമുക്ക് ഗ്ലാസ്സിനകത്തേക്കിട്ട് വളർത്താൻ പറ്റും. നമ്മളിപ്പം ചെയ്യുന്നുണ്ട് ഇവിടെ, അതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽ ആക്ടിൻ്റെ പരിധിയിൽപ്പെട്ട് 1971 ആക്ട് അതിൻ്റെ പരിധിയിൽപ്പെട്ടുകൊണ്ട് 2017 കേന്ദ്ര സർക്കാർ ഒരു ജിയോ ഇറക്കുകയാണ്. അത്തരത്തിൽ വിൽക്കാൻ പറ്റത്തില്ല, അത്തരത്തിൽ വിൽക്കാനോ അത് വിനിമയം നടത്താനോ പറ്റത്തില്ല എന്നുള്ളൊരു ജിയോയാണ്. അത് ഒരു അമെൻമെൻ്റ് അല്ല, അന്തരം തരത്തിലുള്ള കാര്യമല്ല. അപ്പോൾ ഈ വകുപ്പെന്ന് പറയുന്നത് ഫിഷറീസ് വകുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്ന ഒരു കാര്യത്തിന്മേൽ ഒരു ജിയോ ഇറക്കിക്കൊണ്ട്
2017 പിന്നെ സെൻട്രൽ ഗവൺമെൻറ് അതൊരു ടെസ്റ്റ് ഡോസായിട്ട് ആദ്യം നടത്തിയത് ഈ പറയുന്നൊരു കാര്യത്തിനാണ്. അപ്പോൾ ആ ജിയോ കൃത്യമായിട്ട് പാലിക്കപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. ഇപ്പോഴും ഈ അക്വേറിയത്തിൻ്റെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു ജിയോ ഉണ്ട്. അതുപോലെ തന്നെ 2019 NIA കോടതികൾ പല സംസ്ഥാനങ്ങളിലും NIA കോടതികൾ തന്നെ സ്ഥാപിക്കപ്പെട്ടു. NIAക്ക് ഒരു ഏത് സംസ്ഥാനത്തിലും അവർക്ക് കേസെടുക്കാം. അവർക്ക് സുപ്രീം കോടതിക്കോ കേസെടുക്കുന്നത് പോലെ NIAക്ക് കേസെടുക്കുകയും NIA കോടതികൾ പിന്നെ സംസ്ഥാനങ്ങളിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇത് പിന്നെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യമായിട്ടും NIA കോടതികൾ എല്ലാ പിന്നെ സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിന്മേൽ BJP കൃത്യമായിട്ടുള്ള പിന്നെ ഒരു അതിക്രമം എന്നുള്ള എക്സാമ്പിളാണ് ആ കാര്യം. അതുപോലെ തന്നെ 2021 ഇതുപോലെ തന്നെ ആസാം, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന പോലെ CRPFൻ്റെ ആൾക്കാർ നിൽപ്പുണ്ട്. അവർ ഈ ബോർഡർ ഏരിയയിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 15 കിലോമീറ്റർ ബോർഡർ ഏരിയയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഇവരുടെ ഒരു പരിധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 15 കിലോമീറ്റർ ബോർഡർ ഏരിയയിൽ നിന്നുള്ള പരിധിക്കകത്താണ് ഇവരുടെ CRPFൻ്റെ ഏരിയ. അതിനിപ്പുറത്തേക്ക് സ്റ്റേറ്റിൻ്റേതാണ്. എന്നാൽ ഈ 15 മീറ്റർ പരിധി 2021 ഒരു ഗവൺമെൻറ് ഓർഡറിലൂടെ 50 കിലോമീറ്ററാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റ് ബംഗാൾ 2021 അവിടെ നിയമസഭയിൽ പറഞ്ഞ കാര്യം, ഇങ്ങനെ 50 കിലോമീറ്റർ പരിധി CRPFൻ്റെ അധികാര പരിധി 50 കിലോമീറ്റർ ആയതോടുകൂടി ഏതാണ്ട് അവരുടെ പ്രദേശത്തിൻ്റെ 1/3 CRPF നിയന്ത്രിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയി. അവിടെയും ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിനെ പിന്നെ സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ നിന്നും ഒരു ഗവൺമെൻറ് ഓർഡർ വഴി പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റുകൾ അവരുടെ കൈക്കുള്ളാക്കുന്ന അധികാര പരിധി അവരുടെ കൈക്കുള്ളാക്കുന്ന പിന്നെ ഒരു രീതിയാണ് അവലംബിച്ചത്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഒന്നും ഈ BJP സർക്കാർ മാത്രമാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെ ഞാൻ പറയുന്നില്ല. BJP സർക്കാർ മാത്രമല്ല, നേരത്തെയുള്ള കോൺഗ്രസ് സർക്കാരും ഇമ്മാതിരി ഗിമ്മിക്സുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഫൈറ്റുകളൊക്കെ നടന്നത് പിന്നെ ഈ ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സംസ്ഥാനത്തിന് എമർജൻസി പ്രഖ്യാപിക്കാനുള്ളതും എമർജൻസി പ്രഖ്യാപിച്ചും വിവിധ സംസ്ഥാന സർക്കാരുകളെ എമർജൻസി പ്രഖ്യാപിച്ച് പിന്നെ ഗവർണർ റൂൾ കൊണ്ടുവന്നതൊക്കെ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം, അല്ലെങ്കിൽ 1980 മുതൽ തുടങ്ങി 94 വരെ അത്തരത്തിലുള്ള പല വിഷയങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഇതുമാതിരി തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവർ വേണം. അവരുടേതായിട്ടുള്ള രീതിയിൽ പവർ കൂടുതൽ അവരുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗിമ്മിക്സുകൾ കാണിക്കുന്നത്. ഇതിലൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CR ബൊമ്മെ കേസ്. ഇതിലൊരു 2 കേസുകൾ കൂടെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. CR ബൊമ്മെ കേസ് 1994 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയുടെ പിന്നെ കാലഘട്ടത്തിൽ ഒരുപാട് പഞ്ചാബ് ഉൾപ്പെടെ അല്ലെങ്കിൽ കർണാടക ഉൾപ്പെടെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ മേൽ, UP ഉൾപ്പെടെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ മേൽ ഇത്തരത്തിൽ പിന്നെ ആർട്ടിക്കിൾ 356 പ്രകാരം എമർജൻസി ഡിക്ലെയർ ചെയ്യുകയും ഗവർണർ പറയുകയും പ്രസിഡൻഷ്യൽ റൂളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ആ കാലഘട്ടത്തിലാണ് CK ബൊമ്മൈ 1987 കാലഘട്ടത്തിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അതിൻ്റെ വിധി വരുന്ന 1994 ആ വിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനുശേഷം ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണം എങ്കിൽ, അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിനെ പിന്നെ അവർക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമില്ല നേരിട്ട്. അവരെ താൽക്കാലികമായിട്ട് ഒരു 2 മാസത്തെയോ 3 മാസത്തേക്കോ അവരെ ഒന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തപ്പെടുകയും ആ കാലയളവിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം കൊടുക്കുകയും വേണമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് ആ വിഷയം പരിഹരിക്കപ്പെട്ടത്. 1994 പിന്നെ ബൊമ്മൈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിധി വന്നതിന് ശേഷമാണ് അത് പരിഹരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസിലും ഇതുപോലൊരു പ്രശ്നമുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ കേശവാനന്ദ ഭാരതി കേസ് ഇടനീർ മഠത്തിൻ്റെ പിന്നെ അവരുടെ സ്വതന്ത്രാവകാശത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ വസ്തുവിന്മേലുള്ള അധികാരത്തെക്കുറിച്ചുള്ള ഒരു കേസായിരുന്നെങ്കിൽ പോലും അത് വിധി 1973 അത് വിധി വരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റത്തെ കൂടി പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ആയിരുന്നു ഇതിൻ്റെ വിധി. ഇന്ത്യയുടെ പിന്നെ ഡോക്ട്രിൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തുന്ന തരത്തിൽ ആയിരിക്കണം സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും പെരുമാറേണ്ടതെന്നും, അത് അത്തരത്തിൽ പെരുമാറിയില്ല എങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ ചെയ്യുന്ന തരത്തിൽ പാർലമെൻറ്റ് ഇടപെടൽ നടത്തിയാൽ അതിന്മേൽ സുപ്രീം കോടതി ഇടപെടും എന്ന ഒരു വിധിയോടുകൂടിയാണ് അത് നിന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായ വിഷയം, അതുപോലെ തന്നെ
പിന്നെ നമ്മുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഇഷ്യൂവും സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമ്മൾ സംസാരിച്ചെങ്കിലും നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത് അനുഭവിക്കാൻ പോകുന്ന വിഷയം ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 543 എം പിമാരാണ് നമുക്കുള്ളത്. അത് 543 എന്നുള്ളത് ഇപ്പോൾ 815 എം പിമാരിലോട്ട് മാറ്റാനുള്ള ഒരു ശ്രമം മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിനുൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് പിന്നെ കൂടുതൽ സീറ്റുകൾ കിട്ടും. 20 എന്നുള്ളത് 30 എം പിമാരാവുന്നുണ്ടെങ്കിലും ടോട്ടൽ എടുക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ 5-6 സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിന്നാൽ, 7-8 സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിന്നാൽ പോലും ഇതിൻ്റെ ഒരു പകുതി പിന്നെ 815 എന്ന് പറയുമ്പോഴത്തേനും 405 സീറ്റുകൾ നമുക്ക് നേടണമല്ലോ ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ. പകുതി പോലും ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിൽ നമ്മൾ എത്തപ്പെടത്തില്ല. 180-നോ 200-നകത്ത് മാത്രം സീറ്റുകളെ BJP ഭരിക്കാത്ത സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ BJP വരാൻ സാധ്യതയില്ലാത്ത സ്റ്റേറ്റുകൾ എല്ലാ സീറ്റുകളും നേടിയാലും 200 സീറ്റുകൾക്ക് താഴെ കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എല്ലാ കാലത്തും BJP എന്ന പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുന്ന പിന്നെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രാഥമിക ഘട്ടത്തിൽ നമ്മുടെ ഫെഡറലിസം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബന്ധപ്പെട്ട കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതിന് വിരോധമില്ല. എൻ്റെ പേര് രതീഷ്. അപ്പോൾ SC/ST സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് എന്താണ് ഒരു നിലപാടുണ്ടല്ലോ? അതായത് തൊഴിൽ മേഖലയിൽ ഇപ്പം പ്രൈവറ്റ്വൽക്കരണമാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രൈവറ്റ് മേഖലയിൽ ഈ സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് കോടതിയായി കേസൊക്കെ ആയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതെന്തായി? ഇത് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ LDFിൻ്റെ പ്രകടന പത്രികയിൽ ഈ ഒരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ SC/ST സംവരണം പ്രൈവറ്റ് മേഖലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളൊരു. അപ്പോൾ അതുകൂടി ഒന്ന് എന്താണെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ റെസ്പോൺസാണോ പറയേണ്ടത് അതോ കേന്ദ്ര സർക്കാരിൻ്റെയാണോ? കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പൊതുമേഖലകൾ അല്ലെങ്കിൽ ഈ സ്വകാര്യ മേഖലയിൽ സംവരണം എന്നുള്ള കാര്യത്തിലോട്ട് കേന്ദ്രം ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാടെടുക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. പിന്നെ സംസ്ഥാന സർക്കാരിനാണെങ്കിൽ വെറുതെ ഇതിനകത്ത് എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ അവർ നടപ്പിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷമായിട്ട് EWS ആണ് നടപ്പിലാക്കിയത്. നല്ല ഭംഗിക്ക് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് CPM അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യം, കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്ന EWSനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ സ്റ്റേറ്റുകളിലൊന്ന് കേരള സ്റ്റേറ്റാണ്. അതും നടപ്പിലാക്കിയ ദേവസ്വം ബോർഡിലാണ് എന്നുള്ളത് വളരെ വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്ന പിണറായി വിജയൻ സർക്കാർ അത്തരത്തിലുള്ള നയ സമീപനങ്ങൾ എഴുത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് തന്നെ തീർച്ചയായിട്ടുള്ള വിശ്വാസമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഫെഡറലിസത്തെ ബഹുമാനിക്കുന്നില്ല. ജുഡീഷ്യറി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് എടുക്കുന്നത്. എന്താണ് ഒരു വേ ഔട്ട്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ല. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഫെഡറലിസത്തെ ബഹുമാനിക്കുന്നില്ല. അവർ അധികാരം കേന്ദ്രീകരിക്കുകയാണ്. ജുഡീഷ്യറി അവരോടൊപ്പമാണ് നിൽക്കുന്നത്. ചില കേസുകൾ നിങ്ങൾ പറഞ്ഞതിലുണ്ട്. ഭരണഘടനയുടെ റെലവൻ്റായിട്ടുള്ള ആർട്ടിക്കിൾസിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻറ്റ് വരുന്നത്. ജുഡീഷ്യറിയുടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ പോളിറ്റിക്സ് എന്ന നിലയ്ക്കാണ് വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുറച്ചുകൂടെ ഒരു സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ അവെയർ ആയിരിക്കും. നേരത്തെ ഇവിടെ ആരും സൂചിപ്പിച്ചു, നമ്മൾ ഈ സംസാരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ എത്ര പേര് ഏറ്റവും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഗ്രാമസഭകളിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ വലിയ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് കമൻ്റ് അടിക്കുന്നതോ ടെസ്റ്റ് എഴുതുന്നതോ പറയുന്നതോ അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് ഉതകുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതാണ് രാഷ്ട്രീയം. അത്തരത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നമ്മൾ ഓരോരുത്തരും ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും സാർ ഈ പറയുന്ന രീതിയിലുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടും. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത ഈ തമിഴ്നാട് സർക്കാർ മാത്രമാണ് ഈ വിഷയത്തിൽ ഫെഡറലിസം എന്നുള്ള വിഷയം ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ പിന്നെ ഒരു ചർച്ചാ വിഷയമാക്കിയത്. എന്തുകൊണ്ടാണ് കേരള സർക്കാർ അത് ചർച്ചാ വിഷയമാകാത്തത്? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്, ഈ അടുത്ത് വരുന്ന സംസ്ഥാന സർക്കാർ ആരും ആയിക്കോട്ടെ അവർ ഫെഡറൽ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാരുകൾ ഇതുപോലെ നിയന്ത്രിക്കുന്നു എന്നുണ്ടെന്നും ഇതുപോലെ ഇല്ലാതാക്കുന്നു എന്നുള്ള കാര്യത്തിനെതിരെ കേരള സർക്കാരുകൾ, അടുത്ത് വരുന്ന കേരള സർക്കാരുകൾ നിലപാടെടുക്കുകയും ഫൈറ്റ് ചെയ്യുകയും അതിനെതിരെ പൊരുതുകയും ചെയ്യണം. അവരുടെ കൂടെ അത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാണുമെന്നുള്ളതാണ്
അങ്ങനെ നമുക്ക് ഈ വിഷയത്തെ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ.